ഒരു നന്നാവലിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ കണ്ടോ, കുറച്ചധികം വെജിറ്റബിൾസും ഫ്രൂട്ട്സും. പ്രകസനമൊന്നുമല്ല കേട്ടോ. കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നു ഒന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഞാനൊരു ഫുഡി പേഴ്സൺ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഡയറ്റൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മുതൽ ഞാൻ തുടങ്ങുകയാണ്. എത്ര ദിവസം കണ്ടിന്യൂ ചെയ്യുന്നറിയില്ല, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇന്നത്തെ എൻ്റെ ഡിന്നറിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബ്രോക്കലി എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുള്ളത് സുഖിനിയാണ്. ഇതാണ് സുഖിനി. കുക്കുംബർ പോലെ ഇരിക്കും, 2 കളറിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് കുക്ക് ചെയ്യാം. കുക്കുംബർ നമുക്ക് ആക്ച്വലി നമ്മൾ കുക്ക് ചെയ്യാറില്ല, ഇത് നമുക്ക് കുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ക്യാപ്സിക്കമാണ്. ഒട്ടും കുറച്ചിട്ടില്ല, 3 കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് സാധനമായാലും അത് കാണുമ്പോൾ കഴിക്കാൻ തോന്നണം അല്ലേ? അതുകൊണ്ട് ഞാൻ ഈ സാലഡ് വളരെ കളർഫുള്ളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സാധനം കൂടി മതി, അത് നമ്മുടെ സ്വന്തം ക്യാരറ്റ്. ഇനി വെജിറ്റബിൾസ് ഇത്രയും മതി. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സോസ് വേണം. സോസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സബോള, തക്കാളി, വറ്റൽമുളക്, പിന്നെ 3-4 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിനകത്തിട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്യണം. 2 വിസിൽ വന്നാൽ മതി കേട്ടോ. നന്നായി കുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റാക്കിയതിന് ശേഷം ഒരു അടുപ്പിൽ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ച് കളയുക. ഒറിഗാനോ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യേണ്ട, വാങ്ങിച്ചതിനകത്ത് ആഡ് ചെയ്യണം. കാരണം ഒറിഗാനോയ്ക്ക് നല്ലൊരു ഫ്ലേവർ തരാൻ പറ്റും. ഇനി ഫൈനലി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടത് മാറ്റി വെച്ചോളൂ. ഇനി നമ്മളുടെ വെജിറ്റബിൾസിലേക്ക് വരാം. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? നല്ല കളർഫുള്ളാണ് കേട്ടോ ഈ സാലഡ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിത് OTGയിൽ വെച്ച് 6 മിനിറ്റ്സ് ആണിത് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിത് OTG ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിനകത്ത് വേണമെങ്കിൽ വെക്കാം. ഇനി എയർ ഫ്രയറും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് ഡ്രൈ ആയി പോകരുത്, കുറച്ച് ജ്യൂസി ആയിട്ട് തന്നെ വെജിറ്റബിൾസ് കിട്ടണം. ഇനി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി പിസ്സ സോസാണ്. ആ സോസും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. കുറച്ചും കൂടി ഒറിഗാനോയും കൂടെ ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള കുറേയധികം സാധനങ്ങളുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊരു ഫുൾ ബൗളെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിച്ചാണ്ടല്ലോ നല്ല ഹെൽത്തി ഡിന്നറായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.